ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇതേ നോമ്പ് തുറക്കാൻ വേണ്ടി പറ്റിയ നല്ല ഒരു ബ്രെഡ് ഫില്ലിംഗ് ആണ്. നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ വേണ്ടിയിട്ട്. ഇതെങ്ങനെയാണ് ചെയ്യുന്നതെന്ന് നോക്കണേ. അടുപ്പത്ത് ചട്ടി വെച്ചിട്ട് അതിൽ കുറച്ച് വെളിച്ചെണ്ണ വീത്തി കൊടുത്ത് കൊത്തി എറിഞ്ഞ സവാള, ഉള്ളി, ഇഞ്ചി പൂണ്ട് പേസ്റ്റ് കുറച്ച് ചേർത്ത് ആവശ്യത്തിന് ഉപ്പും ഇട്ട് നന്നായിട്ട് കുഴഞ്ഞ പരുവത്തിലാകുമ്പോഴത്തേക്ക് ഞാൻ ഇതിന് ചേർത്തത് 3 മുട്ട അവിച്ച് പൊടിച്ചെടുത്തതാണ്. അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കണേ. എന്നിട്ട് കുറച്ച് കിണ്ടിയിട്ട് അതിനാവശ്യമായ കുറച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, കുറച്ച് മല്ലിക്കീര എല്ലാം ഇട്ട് നന്നായിട്ട് കിണ്ടി കൊടുത്തിട്ട് കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഇട്ട് നന്നായിട്ട് കിണ്ടുമ്പോഴത്തേക്ക് കറക്റ്റായ അളവിൽ വരുവേ. എന്നിട്ട് ബ്രെഡ് എടുത്ത് നന്നായിട്ട് ഇതുപോലെ രണ്ട് സൈഡ് ഈ ബ്രെഡൊക്കെ ആകുമ്പോഴത്തേക്ക് കാണാൻ നല്ല ഭംഗിയുണ്ടാവും. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. നമ്മളവിടെയൊക്കെ കിട്ടും, ഇവിടെയൊന്നും ഇത് കിട്ടത്തില്ല. പിന്നെ ഒരു പാത്രം കമത്തി വെച്ചിട്ട് ആ ഷേപ്പിൽ നമ്മൾ വെട്ടിയെടുത്താൽ മതിയേ ഇതുപോലെ. എന്നിട്ട് ഞാൻ ഒരു വീഡിയോ വന്നിട്ട് നമ്മൾക്ക് ഇതിൽ ഹാങ്ങായി നിന്നതുകൊണ്ട് കിട്ടിയിട്ടില്ല. നമ്മൾ ബ്രെഡ് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ബ്രെഡിൻ്റെ 4 സൈഡിൽ നമ്മൾ കുറച്ച് മൈദപ്പൊടി, കുറച്ച് വെള്ളവും ചേർത്ത് കുറച്ച് ലൈറ്റ് ഒരു പശപ്പിടുത്തത്തിന് വേണ്ടിയിട്ട് 4 സൈഡും ഒരു ബ്രെഡിൽ തേച്ച് കൊടുക്കണേ. എന്നിട്ടാണ് നമ്മൾ ഈ ഫില്ലിങ് വാരി വെച്ചിട്ട് അതിൻ്റെ പുറത്ത് വേറൊരു ബ്രെഡും കൂടെ വെച്ച് നന്നായിട്ട് അമ്മയ്ക്ക് പിടിച്ച് കഴിഞ്ഞാൽ അത് ഒട്ടിപ്പിടിക്കും. ഇത് കണ്ടോ, ഞാൻ 3 മുട്ട മിക്സിയിൽ കുറച്ച് ഉപ്പും ചേർത്ത് അടിച്ച് മല്ലിക്കീരയും ഇട്ട് കലക്കിയതാണ്. ഇതിലേക്ക് ഈ ഫില്ലിങ് എടുത്ത് ഒന്ന് മുക്കിയിട്ട് അടുപ്പത്ത് പാൻ വെച്ച് അതിൽ നെയ്യ് വീത്തിയിട്ട് ഇതുപോലെ മുക്കി അതിലേക്ക് വെച്ച് കൊടുക്കണേ. കണ്ട, ഇതുപോലെയാണ് വെച്ചതിന് ശേഷം വീണ്ടും അതിൻ്റെ പുറത്ത് കുറച്ചുകൂടെ നെയ്യൊക്കെ ഇടുമ്പോഴത്തേക്കും നല്ല ടേസ്റ്റും ഒരു മണവും ഉണ്ടാവും. എന്നിട്ട് ഒരു 2 മിനിറ്റ് ഇതിനൊന്ന് അടച്ച് വയ്ക്കണം. എന്തെന്നറിയോ, ഈ സൈഡെല്ലാം ഒന്ന് മുട്ടേരെ ഇതൊക്കെ ഒന്ന് വേവാൻ വേണ്ടിയിട്ടാണ് അടച്ച് വയ്ക്കേണ്ടത്. അടച്ച് ഒരു 2 മിനിറ്റ് അങ്ങനെ വെച്ചാൽ മതി. വെച്ചിട്ടെടുക്കുമ്പോഴത്തേക്ക് കണ്ടോ നല്ല ബഫി ആയിട്ട് എന്തൊരു ഭംഗി, കാണാൻ നല്ല ടേസ്റ്റാണ്. ഇതുപോലെ ചെയ്ത് നോക്കണേ.